സുഹൃത്തുക്കളെ, നമുക്കറിയാം വിവാദ നായകൻ തൊപ്പി, MRZ തൊപ്പി എന്ന് പറയപ്പെടുന്ന യൂട്യൂബർ. അദ്ദേഹം എവിടെ പോയാലും ഒരു വിവാദം ഉണ്ടാക്കിയിട്ടേ പോകാറുള്ളൂ. മുൻപ് വളരെ മോശമായിട്ടുള്ള ചെറ്റത്തരങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്നാൽ നല്ല മര്യാദയ്ക്കുള്ള ലൈവിലൊക്കെയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടതാണ് മമ്മു എന്ന് പറയപ്പെടുന്ന തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഒരുത്തൻ, ഒരു പയ്യനാണ്, കൊച്ചിറക്കനാണ്. ആ കൊച്ചു ഡവറ വന്നിട്ട് പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്. ഇൻ്റർവ്യൂ എടുത്ത വെറൈറ്റി മീഡിയയിലെ ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, ഞാൻ ഈ കുളിമുറിയിലൊക്കെ ഒളിഞ്ഞു നോക്കാൻ പോകാറുണ്ട്. വീടിനടുത്തുള്ള, അതായത് ഈ കോഴിക്കോടൊക്കെയുള്ള അല്ല കണ്ണൂരൊക്കെയുള്ള വീടുകൾക്കൊന്നും അകത്ത് ബാത്റൂമില്ല, എല്ലാം പുറത്താണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ പോയി കുളിസീനൊക്കെ പിടിക്കാറുണ്ട്. ഇതാണ് എൻ്റെ വിനോദം, എൻ്റെ ഹോബീസ് ഇതാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഒരു വിഷയത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. തൊപ്പിയുടെ ആരാധകരെന്ന് പറയുമ്പോൾ ഈ ന്യൂ ജനറേഷനിൽപ്പെട്ട കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ കുട്ടികളൊക്കെ ഇൻഫ്ലുവൻസ് ആകാൻ പോകുന്നത് ഈ മമ്മുവിനെ പോലെയുള്ള അല്ലെങ്കിൽ ഇവൻ്റെ ഗ്യാങ്ങിലുള്ള ആളുകളെ കണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു വിഷയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തൊപ്പി ആ മമ്മു എന്ന് പറയുന്നതിനെ അവരുടെ ഗ്യാങ്ങിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ നീലക്കുയിൽ, മഞ്ഞക്കുയിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഈ വീഡിയോ എടുക്കാനായിട്ട് കുറേ വാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ നടി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് പോലും നേരെ ചൊവ്വ ഇടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ പോലും ഈ ഫോക്കസ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ചാനൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ഫോക്കസ് ചെയ്യുന്ന എവിടെയാണെന്ന് നമുക്കറിയാം. ഒരു സ്ത്രീയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ എടുത്തിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതാണ് അവൻ്റെ ഹോബി. എൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയും പെങ്ങളെയൊക്കെ അവൻ ഏത് രീതിയിൽ നോക്കുമെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇവന്മാരുടെ പ്രവൃത്തി കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം നീലക്കുയിലിനെ ഇടയ്ക്ക് കുറേ നാളുകൊണ്ട് എല്ലാവരും എടുത്തിട്ട് എയറിലാക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരാളിൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറി ഫോൺ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് നമ്മുടെ ഈ സാബു എന്ന് പറയുന്നത്, തരികിട സാബു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരിയിലൊക്കെ ഉണ്ടായിരുന്ന ഈ സാബു മോഹൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവന്മാർ നിൽക്കുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് വീഡിയോ എടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ അല്ലടാ നീലക്കുയിൽ, നീ ഇതാണ് ഇട്ടിരിക്കുന്നത്, നീ അങ്ങനെയാണ്, നീ ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്ത സമയത്ത് ഈ നീലക്കുയിലിന് ഭയങ്കരമായിട്ടും കൊണ്ടു. അപ്പോൾ നീലക്കുയിൽ തിരിച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നാൽ ഇവന്മാർക്ക് മുഖം കാണിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അവന്മാരെങ്ങനെയെങ്കിലും നിൽക്കുമ്പോൾ അവന്മാരുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവന്മാർക്ക് നാണക്കേടാണ്. അപ്പം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ. ആ ഒരു ചെറ്റത്തരം അല്ലെങ്കിൽ ഈ ഒരു മഞ്ഞപ്പത്രം പോലെ ക്യാമറയും പിടിച്ചുകൊണ്ട് ഫോണും പിടിച്ചുകൊണ്ട് അന്യൻ്റെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു പരിപാടി, അത് സാബു അവിടെ കൃത്യമായുള്ള രീതിയിൽ എതിർക്കുകയാണ് ചെയ്തത്. ഇന്നിവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തൊപ്പിയും അതേപോലെ മമ്മു ഇവരുടെ ഗ്യാങ് സിനിമ കാണാൻ പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ കാണാൻ പോയ സമയത്ത് ഈ ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് ഇവന്മാർ ചെന്നു. തൊഴിലില്ലായ്മയുടെ അങ്ങേ അറ്റമാണെന്ന് ഓർക്കണം ഈ ഒരു പരിപാടി. വെറുതെ വഴിയിൽ കൂടി പോകുന്നവൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് അവരെ റീച്ച് ആക്കുകയാണ്. നമ്മളെങ്ങും കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും വാണങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് മുന്നിൽ നിർത്തിയിട്ട് ഇവന്മാരൊക്കെ വലിയ രീതിയിൽ എന്താ പറയുക ഒരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ഇവന്മാർക്ക് വേണ്ടിയിട്ട് ഇവന്മാർ റീച്ച് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ കൂടി അവന്മാരെ ചീത്ത വിളിക്കാൻ വേണ്ടി 10 പേര് കയറുമ്പോൾ ഇവന്മാർക്ക് റീച്ച് കിട്ടും. അതിൽ കൂടി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിക്കും പോകാതെ ഈ പരിപാടിക്ക് ഇറങ്ങുന്നവന്മാരാണ് ഈ നീലക്കുയിൽ പോലുള്ള ചാനലും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തൊപ്പി ചെയ്തത്, തൊപ്പിയുടെ അടുത്ത് ഇവന്മാർ ആരോ ചോദിക്കുന്നുണ്ട്, ഞരമ്പന്മാരുടെ ഗ്യാങ് ആണോ അല്ലെ ഞരമ്പന്മാർ എന്ത് എന്നുള്ളത്. അപ്പോൾ തൊപ്പി പോയിട്ട് വന്നതിന് ശേഷം പിന്നീട് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഏതവനാണ് ഞരമ്പനെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞരമ്പ് നിൻ്റെ തന്തയാടാന്ന്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് നീലക്കുയിലാണ് ഈ ചോദ്യം ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം നീലക്കുയിലിൻ്റെ ചാനലിൽ നീലക്കുയിലിൻ്റെ ക്യാമറ തന്നെ താഴേക്ക് പോകുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞിടയ്ക്ക് സാബു കാണിച്ചതും ഇപ്പോൾ തൊപ്പി കാണിച്ചതും, തൊപ്പിയുടെ പല കാര്യങ്ങളിലും എനിക്ക് ഒരു വിമുഖതയുണ്ട്, അല്ലെങ്കിൽ തൊപ്പി കാണിക്കുന്ന പല പരിപാടികളും എനിക്ക് അത്ര യോജിപ്പില്ലെങ്കിലും ഈ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം നിങ്ങൾ ചെയ്തത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. ഈ ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന അന്യൻ്റെ പ്രൈവസിയിലേക്ക് ഒരുമാതിരി നുഴഞ്ഞു കയറി അവിടെ ഒളിക്കണ്ണുകളോടുകൂടി അല്ലെങ്കിൽ ഒളി ക്യാമറകളോടുകൂടി അവരുടെ ഒരു പ്രൈവസി ഇങ്ങനെ പകർത്തിയെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടിയോട് ഞാൻ ഒട്ടും യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നതിനെ ഈ തൊപ്പി എന്ന് പറയുന്ന ആൾ അവന് അടി കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ നടന്നതെന്നുള്ള വീഡിയോ അത് കണ്ടുപോകാം. ആണുങ്ങളിൽ കണ്ടില്ലേ, ഈ സംഭവങ്ങളുടെ തുടക്കം എനിക്ക് തോന്നുന്നു ഇവിടുന്നാണ്. അതായത് തൊപ്പി ഇറങ്ങിയ സമയത്ത് പറയുന്നുണ്ട്, എടാ നീലക്കുയിലുണ്ടോ? അപ്പോൾ അവരവിടെ നിന്ന് ആരോ പറയുന്നുണ്ട്, എടാ ഉണ്ട്. അപ്പോൾ ഈ തൊപ്പി പറയുന്നത്, എടാ പൊത്തി പിടിച്ചോ നീലക്കുയിലുണ്ട്, അവന്മാർ എല്ലാം പകർത്തും, ഞരമ്പനാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നീലക്കുയിലിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇവനങ്ങ് കൊണ്ടിളകും. അത് ഇവൻ ചെയ്യുന്നത് ഇതേ സെയിം പരിപാടിയാണെങ്കിലും അത് ആരെങ്കിലും പറയുമ്പോൾ അവന് നല്ല വേവാണ്. അപ്പോൾ അങ്ങനെയുള്ള വേവിൽ കൂടി അവൻ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ തൊപ്പി സിനിമയ്ക്ക് പോയിട്ട് ഇറങ്ങി വന്ന സമയത്ത് അവൻ്റെ ചോദ്യം ചോദിക്കുന്നുണ്ട്, തൊപ്പി ഞരമ്പന്മാരുടെ ഗ്യാങ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് തൊപ്പി കൊടുത്തിട്ട് നല്ല അടിപൊളി ഒരു മറുപടി ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടുപോകാം. മമ്മൂട്ടിലെ കേസൊക്കെ നരമ്പെന്നൊക്കെ വിളിച്ചു. നരമ്പന്മാരെ നിങ്ങളെ തൊപ്പി നരമ്പന്മാരൊക്കെ ഇവിടെ ഞരമ്പന്മാർ നിന്റെ തന്ത ആരാ? ഞരമ്പന്മാരെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആരാ? നമ്മളെ പറഞ്ഞല്ലോ, നമ്മളെ പറഞ്ഞല്ലോ. ഇല്ലേ, തൊപ്പി അവിടെ കാണിച്ചതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. കാരണം
ഇത് കാണുമ്പോൾ എത്രയെത്ര സിനിമാ രംഗത്തുള്ള ആളുകൾ, എത്രയെത്ര പെൺകുട്ടികൾ, എത്രയെത്ര ആളുകൾ സന്തോഷിക്കുന്നുണ്ടാവുമെന്നറിയോ? കാരണം ഇവന്മാര് കാണിക്കുന്ന പരിപാടി വഴിയിൽ കൂടി പോകുന്നവരുടെ എല്ലാം വീഡിയോ പകർത്തുകയാണ്. അന്യന്റെ പ്രൈവസി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ ഏതെങ്കിലും രീതിയിൽ മോശപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അത് വീഡിയോ എടുത്തിട്ട് അത് ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുക. അതാണ് ഇവന്മാരുടെ താല്പര്യം, അല്ലെങ്കിൽ അതാണ് ഇവന്മാരുടെ ഇന്റൻഷൻ. മറ്റുള്ളവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തന്തയ്ക്ക് പ്രക്കാരിയല്ലേ ഇവന്മാർ കാണിക്കുന്നത്. അതിൽ തൊപ്പി ചെയ്തത് നല്ലൊരു പ്രവൃത്തി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൊപ്പിയുടെ പല കാര്യങ്ങളിലും വിമുഖതയുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ തൊപ്പി കാണിച്ച ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു സമീപനം അത് വളരെ സ്വാഗതാർഹമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വേണമായിരുന്നു. കാരണം ഇങ്ങനെയുള്ളവന്മാർക്ക് ഇത് തന്നെയാണ് കിട്ടേണ്ടത്. ഞരമ്പന്മാരെന്ന് വിളിച്ചപ്പോൾ ശരിക്കും കൊണ്ട് കേട്ടോ പയ്യന്മാർക്ക്. ഈ നീലക്കുയിലിൻ്റെ അല്ലെങ്കിൽ നീലക്കുയിലിന് വേണ്ടി ചോദിച്ചതായിരിക്കും ഒരു പക്ഷേ, ചിലപ്പോൾ നീലക്കുയിലിനെ ആയിരിക്കും തല്ലിയത്, അല്ലെങ്കിൽ നീലക്കുയിലിനെ എല്ലായിരിക്കും തല്ലിയിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർ പറഞ്ഞത് തൊപ്പി ഞരമ്പന്മാർ നിന്റെ തന്തയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്തതിൽ പറയുന്നുണ്ട്. അതായത് ഈ തൊപ്പി പോകുന്ന സമയത്ത് തൊപ്പി പറയുന്നുണ്ട് നീലക്കുയിലുണ്ടെങ്കിൽ പൊത്തി പിടിച്ച ഞരമ്പന്മാരാണെന്ന്. അപ്പോൾ അതിനുശേഷം ഈ തൊപ്പി ഇറങ്ങി വന്ന സമയത്ത് ഞരമ്പന്മാരുടെ ഗ്യാങ് ഇവർക്ക് കൊണ്ടു, അതായത് ഈ ക്യാമറ കൊണ്ട് വന്ന് നിൽക്കുന്നവർ ഞരമ്പന്മാരാണ്, അല്ലെ തൊപ്പി ഈ നീലക്കുയിലിനെ ഞരമ്പനെന്ന് വിളിച്ചത് കൊണ്ടതുകൊണ്ട് അപ്പോൾ ഇവന്മാർ പെട്ടെന്ന് പറയാണ് പൊത്തി പിടിച്ച നീലക്കുയിൽ ഇവിടെ കാണും, ഉണ്ടെങ്കിൽ അവൻ ഞരമ്പനാണെന്ന് ഇങ്ങനെ തൊപ്പി പറഞ്ഞു. അതിൻ്റെ ആ ഒരു ദേഷ്യത്തിലാണ് തൊപ്പി ഇറങ്ങിയ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഞരമ്പന്മാർ എന്തെന്ന് ചോദിക്കുന്നത്. ആ ചോദിച്ചപ്പോൾ ആണത്തമുള്ളവനായതുകൊണ്ട് തന്നെയും തൊപ്പി അവിടെ വെച്ച് തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട്, നല്ല തല്ലും കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം വലിയ വിഷയങ്ങളൊക്കെ ആയി അവിടെ നിന്നാണ് അറിയാൻ പറ്റുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ സാധനം തന്നെയാണ്, തൊഴിലില്ലായ്മയുടെ ഒരു രൂക്ഷമായിട്ടുള്ളൊരു അവസ്ഥ. ഒന്നുകിൽ സർക്കാർ എല്ലാവർക്കും നല്ല തൊഴിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് ഫോണും പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നവന്മാരെ ഒന്ന് തടയിട ഇടാൻ സാധിക്കണം. അതുമല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ബോർഡ് വെക്കണം. ഇതൊന്നും ചെയ്യാത്ത പക്ഷം ഇവന്മാർ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം കൂടുതലും സ്ത്രീകളെയാണ് ഇവന്മാർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ ഇവരുടെ ഈ ഭാഗങ്ങൾ തന്നെ കവർ പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ റീച്ച് കിട്ടുമല്ലോ, അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. സ്വന്തം ഞാൻ ആദ്യമേ ചോദിച്ചു, ഈ നീലക്കുയിലായാലും അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഫോക്കസ് മീഡിയയിലും ഏതവനാണെങ്കിലും നിൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും പോകുമ്പോൾ നീയൊക്കെ ഇതുപോലെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാറുണ്ടോടാ? അങ്ങനെ ചെയ്യാൻ മാത്രമുള്ള ധൈര്യം നിനക്കൊക്കെ ഉണ്ടോ? മറ്റുള്ളവൻ്റെ പ്രൈവസി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേരായിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. എന്തായാലും നിനക്കൊക്കെ തല്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. തൊപ്പിക്കൊരു ബിഗ് സല്യൂട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തതിൽ. എല്ലാ സിനിമാക്കാരും എല്ലാ ആളുകളും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം. കാരണം നിങ്ങളുടെ പല ഭാഗങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ റീച്ച് ഉണ്ടാക്കുന്നത്. ഈ പ്രചരിപ്പിക്കുന്ന വീഡിയോ മറ്റ് പല പ്ലാറ്റ്ഫോമിലും മോശമായിട്ടുള്ള രീതിയിൽ പ്രചരിക്കുന്ന രീതിയും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ വരും ദിവസങ്ങളിലായിട്ട്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുള്ള സമൂഹത്തിൽ അങ്ങനെയുള്ളപ്പോൾ ഇവന്മാർ പകർത്തിയെടുത്ത് അവന്മാർക്ക് കൊടുക്കുകയാണ്, നിങ്ങൾ ഇട്ടോളാനെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ കൂടി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ തന്തയില്ലാത്തവന്മാരെയൊക്കെ എന്ത് പറയണം അല്ലേ? തൊപ്പി നല്ലൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള എല്ലാവരും ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഒരുത്തൻ്റെ മുന്നിൽ പൊങ്ങില്ല, തനിയെ താഴ്ന്നോളും. അപ്പോൾ ഇങ്ങനെയുള്ള നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലതാണെന്ന് തന്നെ പറയണം അല്ലേ? നല്ലൊരു കാര്യം തന്നെയാണ് തൊപ്പി ചെയ്തിരിക്കുന്നത്.